പാലച്ചുവട് ആയുർനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി മരുന്നിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൗൺസിലർ അന്നമ്മ ഡോമി നിർവഹിച്ചു. പാലച്ചുവട് ആയുർനഗർ റെസിഡൻസ് അസോസിയേഷൻ ലഹരി മരുന്നിനെതിരെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഡിവിഷൻ കൗൺസിലർ അന്നമ്മ ഡോമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാളിതുവരെ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി മൂലമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചാണ്. അത് എത്രയോ പേരുടെ ജീവൻ എടുത്തു, എത്രയോ കുടുംബങ്ങൾ വഴിയാധാരമായി. അതുപോലെയുള്ള വളരെ ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ പിറവത്ത് പ്രവർത്തിക്കുന്ന എക്സൈസ് വളരെ കാര്യക്ഷമമായിട്ട് വാർഡ് കൗൺസിലർമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അത് അവർ 3-4 മാസമൊക്കെ കൂടുമ്പോഴും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാം കൂടാറുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിപ്പോൾ നമ്മൾ അറിയുന്നില്ല ഏത് മേഖലയിൽ നിന്നാണ് ഈ ലഹരി കടന്നു വരുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ പരസ്യമായിട്ടായിരിക്കില്ല, വളരെ രഹസ്യമായിട്ട് ഇപ്പോൾ പല വീടുകളിലും പരിശോധിക്കുമ്പോഴാണ് വീടുകളിൽ നിന്നെല്ലാം ലഹരി മരുന്ന് കണ്ടെത്തുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് KV സാബു കാരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പിറവം എക്സൈസ് ഇൻസ്പെക്ടർ AS ജയൻ ബോധവൽക്കരണ ലഘുലേഖന പ്രകാശനവും മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ പേപ്പറിലൂടെയും TV-യിലൂടെയും ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം ഇത്ര ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ഒരു കാരണമെന്ന് നമ്മൾ പലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പണ്ടും നമ്മുടെ നാട്ടിൽ ലഹരി ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ കണ്ടെടുക്കുന്ന കേസുകളിൽ നമ്മൾ കണ്ടെടുക്കുന്ന പ്രതികളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു 30 വയസ്സിന് മുകളിൽ, 40-45 ആ ഒരു റേഞ്ചിലുള്ള ആളുകളെയാണ് നമ്മൾ അന്ന് കേസുകളിൽ കുറ്റവാളികളായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആ സ്ഥിതിവിശേഷം മാറി. അതിപ്പോൾ വന്നു ഒരു 13 വയസ്സുകാരൻ മുതൽ 13 വയസ്സുകാരൻ എന്ന് പറയുന്നത് ഞാനൊന്ന് തിരുത്തുകയാണ്. 13 വയസ്സുകാരി ഉൾപ്പെടെ പല കേസുകളിലും നമ്മൾ ഈ അടുത്ത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഈ വിപത്തിനെ നേരിടാനായിട്ട് ഇന്നു മുതൽ ഒരു ജാഗ്രത പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ വീടുകൾ, നമ്മളുടെ ആയുർനഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുമായി ഒത്തുകൊണ്ട് എവിടെ ലഹരി മരുന്നിൻ്റെ വിൽപ്പനയോ ഉപയോഗമോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അധികാരികളെ അറിയിക്കുന്നതിനും അത് നിർത്തിവെപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ ഉടനെ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ നിയോണ തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CK അജയൻ, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ബിനോയ് വർഗീസ്, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR സലീം, അസോസിയേറ്റ് സെക്രട്ടറി UN സുരേന്ദ്രൻ ഊരോത്ത്, ജോയിന്റ് സെക്രട്ടറി രമണൻ ഇരുവായ്ക്കൽ, ട്രഷറർ അരുൺകുമാർ മോളത്ത്, അംഗങ്ങളായ PK രവീന്ദ്രൻ, ഷെറീന പ്രകാശ്, ഷിനു സുനിൽ, സിന്ധു സുകുമാരൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ലഹരിയുടെ മേഖലകളിൽ നടന്നു വരുന്ന ഈ ദുഷ്പ്രവണതകൾ, കുറ്റങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ള കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായ നിയോഗം. എങ്കിലും അങ്ങനെ കേസുകൾ കണ്ടെത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയോ മാത്രം നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടപാടിക്കൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ ഈ ഒരു ദുഷ്പ്രവണത അവസാനിക്കില്ല എന്ന് കണ്ടിട്ടാണ് സർക്കാർ 2016 ഡിസംബർ മാസം അല്ലെങ്കിൽ 2017 തുടക്കം മുതൽ വിമുക്തി എന്ന പേരിൽ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ പ്രോഗ്രാം ആരംഭിച്ചു. റെസിഡൻസിന്റെ കീഴിലുള്ള എല്ലാ വീടുകളിലും ലഘുലേഖകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിറവം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.